വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ തൻ്റെ മുമ്പിലേക്ക് ആ പേപ്പർ വീണത് കണ്ട് പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്ത ശേഷം സത്യഭാമ ആ പേപ്പർ എടുക്കുകയാണ്. എടുത്തിട്ട് നോക്കുമ്പോൾ സുസ്മിതയെ മാത്രമേ മുകളിൽ മട്ടുപ്പാവിൽ ഇരിക്കുന്ന കാണുന്നുള്ളൂ. പെട്ടെന്ന് ആ ജനലിൻ്റെ സൈഡിൽ നിന്നും വിഷ്ണുശാലിനിയും പെട്ടെന്ന് ഇരു സൈഡിലേക്കും അങ്ങ് നീങ്ങുന്നുണ്ട്. തുടർന്ന് പ്രേമലേഖനം സത്യഭാമ വായിക്കുകയാണ്. എൻ്റെ രോഹിത്തേട്ടന് എന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോൾ ഇതാരാ ഇങ്ങനെ എഴുതുന്നതെന്ന് പറഞ്ഞിട്ട് വീണ്ടും സുസ്മിതയെ നോക്കുന്നുണ്ട്. ബാക്കി സത്യഭാമ വായിക്കുകയാണ്. അങ്ങനെ വിളിക്കാമോ എന്നെനിക്ക് അറിയില്ല, അത്രയ്ക്കും ഉയരത്തിലാണ് ഞാൻ എൻ്റെ മനസ്സിൽ രോഹിത്തേട്ടനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഈ ഡ്രൈവറുടെ വേഷത്തിൽ രോഹിത്തേട്ടനെ കാണുമ്പോൾ എൻ്റെ മനസ്സങ്ങ് കിടന്ന് പൊള്ളുകയാണ്. ഈ ജോലിയൊന്നും അല്ല ചേരുന്നത്. പിന്നെ രോഹിത്തേട്ടനെ വഞ്ചിച്ചിട്ട് പോയ ആ സുസ്മിത എന്ന് പറയുന്ന പെൺകുട്ടി പമ്പര വിഡ്ഢി തന്നെയാണ്. എത്ര കാലം തപസ് ചെയ്താലാണ് ഇങ്ങനെ ഒരു യോഗ്യനായ പുരുഷനെ കിട്ടുന്നത്? അതിനു വേണ്ടി രോഹിത്തേട്ടൻ്റെ മുൻപിൽ തന്നെ ഈ പെൺകുട്ടി ഇവിടെ തപസ് ചെയ്തിരിപ്പുണ്ട്, എനിക്കൊരു അനുകൂലമായ മറുപടി തന്നെ വേണം എന്നൊക്കെയുള്ള ലേഖനം അങ്ങ് സത്യഭാമ വായിക്കുകയാണ്. വായിക്കുന്ന ഇടയ്ക്കിടയ്ക്ക് മുകളിലിരിക്കുന്ന സുസ്മിതയെ നോക്കുന്നുണ്ട്, വണ്ടി എഴുതുന്ന രോഹിത്തിനെയും നോക്കുന്നുണ്ട്. പക്ഷെ രോഹിത് ഇതൊന്നും ശ്രദ്ധിക്കാതെ തകൃതിയായി അങ്ങ് വണ്ടി കഴുകുകയാണ്. തുടർന്ന് സത്യഭാമ എല്ലാം വായിച്ച ശേഷം അനുകൂലമായൊരു മറുപടി തന്നെ തരണം, എന്നെ വിഷമിപ്പിക്കരുത് എന്ന് പറഞ്ഞ് കത്ത് നിർത്തുകയാണ്. തുടർന്ന് സത്യഭാമ മുകളിലേക്ക് നോക്കി സുസ്മിതയെ നോക്കി ചിരിക്കുന്നുണ്ട്. അന്നേരം ഈ തള്ള എന്തിനാ എന്നെ പല്ലിളിച്ച് കാണിക്കുന്നത് എന്ന് സുസ്മിത ചിന്തിക്കുകയാണ്. പിന്നെയും സുസ്മിത അങ്ങ് വണ്ടി എഴുതുന്ന രോഹിത്തിനെ നോക്കുന്നുണ്ട്. അന്നേരം ഭാമ ചിന്തിക്കുകയാണ്, അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഇവിടെ നടക്കുന്നുണ്ടായിരുന്നോ? കത്ത് എൻ്റെ കയ്യിലാണ് കിട്ടിയത് എന്ന് അറിഞ്ഞിട്ട് അവൾക്കൊരു കുലുക്കവുമില്ലല്ലോ. അത്രയ്ക്ക് അസ്ഥി പിടിച്ച പ്രേമമാണല്ലേ? നോക്കട്ടെ എന്ന് പറഞ്ഞ് അതുമായിട്ട് സത്യഭാമ അങ്ങ് അകത്തേക്ക് പോകുന്നുണ്ട്. അന്നേരം തൻ്റെ പ്ലാൻ വിജയിച്ച സന്തോഷത്തിൽ അങ്ങ് കൈ കൊടുക്കുകയാണ് വിഷ്ണുശാലിനിയും കൂടി മുകളിൽ നിന്ന്. പക്ഷേ ലെറ്റർ വായിച്ച ശേഷം സത്യഭാമയ്ക്ക് ദേഷ്യമൊന്നും തോന്നുന്നില്ല. സത്യഭാമയ്ക്ക് അങ്ങ് ചിരിയാണ് വരുന്നത്. അകത്തേക്ക് പോകുന്തോറും അത് വീണ്ടും വീണ്ടും വായിച്ചാണ് ഭാമ പുഞ്ചിരിയോടുകൂടി അകത്തേക്ക് പോകുന്നത്. ഇതേ സമയം ക്ലൈമാക്സ് എന്താകുമെന്ന് വിഷ്ണു ഇങ്ങനെ ജനലിൻ്റെ കൂടെ ചിന്തിച്ച് നിൽക്കുമ്പോൾ വാ നമുക്ക് നോക്കാമെന്നും പറഞ്ഞ് വിഷ്ണുവിനെയും വിളിച്ചുകൊണ്ട് താഴേക്ക് വരികയാണ് ശാലിനി. തുടർന്ന് ഹാളിലേക്ക് വരുന്ന ഭാമ വീണ്ടും ആ ലെറ്റർ വായിച്ചങ്ങ് സെറ്റിയിലിരിക്കുകയാണ്. തുടർന്ന് സംഭവങ്ങളൊന്നും അറിയാതെ മുകളിൽ നിന്നും ഭാമ ആൻറ്റി എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് സുസ്മിത ഇറങ്ങി വരുന്നുണ്ട്. അന്നേരം സുസ്മിതയെ കാണുമ്പോൾ ലെറ്റർ അങ്ങ് ഒളിപ്പിക്കുകയാണ് സത്യഭാമ. എന്നിട്ട് എന്താ കാര്യമെന്ന് ചോദിക്കുകയാണ്. അന്നേരം ആ രോഹിത്തിനെ പറ്റിയാണ് എനിക്ക് പറയാനുള്ളത് എന്ന് സുസ്മിത മുമ്പിൽ വന്ന് പറയുകയാണ്. അന്നേരം സത്യഭാമയ്ക്ക് അങ്ങ് ചിരിയാണ് വരുന്നത്. തുടർന്ന് എന്താ പറയാനുള്ളത് പറഞ്ഞാട്ടെ എന്ന് പറയുകയാണ്. അന്നേരം രോഹിത്തിനെ ഇവിടെ ഡ്രൈവറായിട്ട് നിർത്തണ്ട എന്ന് സുസ്മിത പറയുന്നുണ്ട്. അന്നേരം ആ ലെറ്ററിലെ വരികളാണ് ഭാമ ആലോചിക്കുന്നത്. രോഹിത്തേട്ടനെ ഡ്രൈവറായിട്ട് കാണുമ്പോൾ എൻ്റെ മനസ്സ് കിടന്ന് പൊള്ളുകയാണ് എന്ന് സത്യഭാമ വായിച്ചത്. തുടർന്ന് പിന്നെ എന്താ നിനക്ക് അവനെ ഇഷ്ടമല്ലേ എന്ന് ഭാമ ചോദിക്കുന്നുണ്ട്. അന്നേരം സുസ്മിത മനസ്സിൽ കരുതുകയാണ്, ഇഷ്ടമല്ല എന്ന് ഈ തള്ളയോട് പറഞ്ഞാൽ ഞാൻ കാരണമാണ് രോഹിത്തിനെ പറഞ്ഞു വിടുന്നതെന്ന് മനസ്സിലാവില്ലേ? അപ്പോൾ പിന്നെ രോഹിത്ത് ആ ഓഡിയോ ക്ലിപ്പ് ഭാമ ആൻറ്റിയെ കേൾപ്പിക്കും എന്ന് പറഞ്ഞ് സുസ്മിത ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ഇഷ്ടമല്ലേ ഞാൻ ഒന്നുകൂടി ഭാമ ചോദിക്കുമ്പോൾ അതെ ഇഷ്ടമൊക്കെ തന്നെ എന്ന് പറഞ്ഞ് സുസ്മിത നിന്ന് പരുങ്ങുകയാണ്. തുടർന്ന് സെറ്റിയിലേക്ക് അങ്ങ് സുസ്മിതയും ഇരിക്കുന്നുണ്ട്. തുടർന്ന് സത്യഭാമ പറയുന്നുണ്ട്, എങ്കിൽ കാര്യം ഞാൻ പറയട്ടെ, നിനക്കവനെ ഡ്രൈവറായിട്ട് കാണാൻ വയ്യ, അതല്ലേ കാര്യം എന്ന് ചോദിക്കുകയാണ്. അന്നേരം അതെ എന്നും പറഞ്ഞ് സുസ്മിത അങ്ങ് തലകുലുക്കി സമ്മതിക്കുന്നുണ്ട്. തുടർന്ന് സത്യഭാമ പറയുന്നുണ്ട്, അവൻ്റെ വിദ്യാഭ്യാസത്തിനും യോഗ്യതയ്ക്കും അനുസരിച്ചുള്ളൊരു ജോലിയല്ലേ കൊടുക്കേണ്ടത്. പക്ഷേ ഇപ്പോൾ നമ്മുടെ കമ്പനികളിൽ നിന്നും ഒഴിവ് വരുമ്പോൾ ഞാനത് കൊടുക്കാം. ഇപ്പോൾ ഇവൻ ഡ്രൈവറായിട്ട് നിന്നോട്ടെ, നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ തന്നെയാണ് ഞാൻ കാണുന്നത്. തൽക്കാലം അവനൊരു വരുമാനം, മോള് വിഷമിക്കുകയൊന്നും വേണ്ട എന്ന് സത്യഭാമ പറയുകയാണ്. കാരണം സത്യഭാമ വിചാരിച്ചു വെച്ചിരിക്കുന്നത് സുസ്മിതയാണ് ആ ലെറ്റർ എഴുതിയത്, അപ്പോൾ രോഹിത്തിനെ ഡ്രൈവറിൽ നിന്ന് മാറ്റണം, വേറെ ജോലി കൊടുക്കണം എന്നാണ് സുസ്മിത പറയുന്നത് എന്ന് വിചാരിച്ചാണ് ഭാമ അങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അന്നേരം ഈ തള്ള എന്നെ എന്ത് മനസ്സിലാക്കിയെന്നാണ്, എന്ത് ചക്കയെങ്കിലും അവന് കൊടുക്ക്, തൽക്കാലം അവന് ഇവിടെ നിന്നൊന്ന് പറഞ്ഞു വിട്ടാൽ മതി എന്നൊക്കെ സുസ്മിത ചിന്തിച്ച് ഭാമയുടെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. എന്നാൽ ഇവർ രണ്ടുപേരും കൂടി സംസാരിക്കുന്നതൊക്കെ മുകളിൽ നിന്ന് ശ്രദ്ധിക്കുകയാണ് വിഷ്ണുവും ശാലിനിയും കൂടി. അന്നേരം ഈ സുസ്മിത നിന്ന് പരുങ്ങുന്നതും ഭാമ പറയുന്നതും ഒക്കെ കേട്ട് അടക്കി പിടിച്ചങ്ങ് ചിരിക്കുകയാണ് രണ്ടുപേരും കൂടി. തുടർന്ന് ഭാമ വീണ്ടും പറയുന്നുണ്ട്, അവൻ ഇനിയൊരു കുടുംബമൊക്കെ വേണ്ടതല്ലേ, ആ ചതിച്ച പെണ്ണിനെ കണ്ടുപിടിച്ച് കല്യാണം കഴിക്കാനായിട്ട് നടക്കുകയാണ് അവൻ, അതൊരു വൃത്തികെട്ട പെണ്ണ് തന്നെ, എന്താ അവളെ കല്യാണം കഴിക്കണമെന്നാണോ മോളുടെ അഭിപ്രായം എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ആ ചതിച്ച പെൺകുട്ടി
പെൺകുട്ടിയെ കല്യാണം കഴിക്കണ്ട എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം എന്ന് സുസ്മിത പറയുന്നുണ്ട്. എന്നിട്ട് സുസ്മിത മനസ്സിൽ പറയുകയാണ്, അവൻ കല്യാണം കഴിക്കുകയോ കഴിക്കാതിരിക്കുകയോ എന്തോ ചെയ്യട്ടെ, എനിക്കെന്തോ മാങ്ങയാ ഉള്ളത് എന്നൊക്കെ സുസ്മിത മനസ്സിൽ ചിന്തിക്കുകയും പുറമേ ഭാമയോട് അങ്ങ് അനുകൂലിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് സത്യഭാമ പറയുന്നുണ്ട്, മോൾ ഇങ്ങനെ പറയൂന്ന് എനിക്കറിയാമായിരുന്നു എന്ന്. തുടർന്ന് മോൾക്ക് ഇനി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ആൻറ്റി എന്നും പറഞ്ഞ് സുസ്മിത അങ്ങ് പോകാനൊരുങ്ങുമ്പോൾ ആ മോളൊന്ന് നിന്നെ മോളുടെ മനസ്സിലെ കാര്യങ്ങൾ അനുസരിച്ച് എല്ലാം ആൻറ്റി പ്ലാൻ ചെയ്യുന്നുണ്ട്, മോളൊന്നുകൊണ്ടും വിഷമിക്കേണ്ട എന്ന് പറയുകയാണ്. സംഭവം മനസ്സിലാകാതെ സുസ്മിത അങ്ങ് തലകുലുക്കി സമ്മതിക്കുന്നുണ്ട്. എന്നിട്ട് മുകളിൽ നിന്നങ്ങ് ആകെ സന്തോഷമാണ് വിഷ്ണുവിന് ശാലിനിക്കും. എന്തായാലും പദ്ധതി വിജയിച്ചല്ലോ, ഫാമയുടെ കയ്യിൽ തന്നെ ലെറ്റർ കിട്ടി, ഇനി ഫാമ അതനുസരിച്ച് കാര്യങ്ങൾ നീക്കും എന്നുള്ളൊരു ചിന്തയിലിരിക്കുകയാണ് വിഷ്ണുവും ശാലിനിയും കൂടി. തുടർന്ന് സുസ്മിത അങ്ങ് സിറ്റൗട്ടിലേക്ക് ഇറങ്ങുമ്പോൾ വണ്ടി കഴുകുന്ന രോഹിത്തിനെ കാണുന്നുണ്ട്. അന്നേരം ദേഷ്യത്തോടെ രോഹിത്തിനെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് സുസ്മിത. അതേപോലെ ദേഷ്യത്തോടെ രോഹിത്ത് നോക്കുന്നുണ്ട്. അന്നേരം ഇതൊക്കെ മുകളിലെ മട്ടുപ്പാവിൽ നിന്ന് വിഷ്ണുവും ശാലിനിയും കാണുന്നുണ്ട്. പക്ഷെ സുസ്മിതയെ കാണുന്നില്ല, രോഹിത്തിനെ മാത്രമേ അവർക്ക് കാണാനായിട്ട് കഴിയുന്നുള്ളൂ. തുടർന്ന് താഴെ ആരോ വന്നിട്ടുണ്ടല്ലോ, രോഹിത്തിൻ്റെ മുഖഭാവം അനുസരിച്ച് സുസ്മിത ആകാനാണ് സാധ്യത എന്ന് ശാലിനി പറയുന്നുണ്ട്. തുടർന്ന് ദേഷ്യത്തോടെ നിൽക്കുന്ന സുസ്മിതയോട് എന്താ എന്ന് രോഹിത് ഇങ്ങനെ ചോദിക്കുമ്പോൾ ദേഷ്യത്തോടെ ഒരു തറയിലൊരു ആഞ്ഞ് ചവിട്ടൊക്കെ ചവിട്ടിയിട്ട് സുസ്മിത അങ്ങ് തിരികെ പോവുകയാണ്. അതേസമയം വീണ്ടും ആ ലെറ്ററിൽ നിന്ന് വായിക്കുകയാണ് ഭാമ. എന്നിട്ട് പറയുകയാണ്, ഇവൾക്ക് കുറച്ചുകൂടി ധൈര്യമൊക്കെ ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതിയത്. പ്രേമത്തിൻ്റെ കാര്യങ്ങൾ വരുമ്പോൾ എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും ആ ലെറ്റർ വായിച്ചങ്ങ് ചിരിക്കുകയാണ് സത്യഭാമ. തുടർന്ന് വീണ്ടും വണ്ടി എഴുതുന്ന രോഹിത് ഇങ്ങനെ മുകളിലേക്ക് നോക്കുമ്പോൾ വിഷ്ണു ശാലിനിയും കൂടി അവിടെ ഇരിക്കുന്ന കാണുന്നുണ്ട്. എന്താന്നിങ്ങനെ കൈ കാണിച്ച് രോഹിത് ചോദിക്കുന്നുണ്ട്. അന്നേരം ഒന്നുമില്ല എന്ന് വിഷ്ണു ഇങ്ങനെ കണ്ണടച്ച് കാണിച്ചിട്ട് ശാലിനിയുടെ കൈയൊക്കെ പിടിച്ച് എന്തോ സംസാരിക്കുന്ന പോലെ കാണിക്കുന്നതാണ്. അന്നേരം നടക്കട്ടെ നടക്കട്ടെ എന്നും പറഞ്ഞ് വീണ്ടും വണ്ടി കഴിയുകയാണ് രോഹിത്. തുടർന്ന് കാണിക്കുന്നത് കാല് വയ്യാത്ത രാജീവ് പതുക്കെ ഉമ്മറത്തേക്ക് ഇറങ്ങിയ ശേഷം കാറിൽ വന്ന് ചാരി ആകെ വിഷമിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് തലേ ദിവസം ശാരി ഇറങ്ങി പോയപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ രാജീവ് ഓർക്കുന്നുണ്ട്. ഇവരുടെ കണ്ണീര് കണ്ടൊന്നും മയങ്ങരുത്, ഇവരുടെ ബാധ്യതയൊക്കെ കൊടുത്തു തീർത്തിട്ട് സാർ എന്നെ ഒരാണിനെ പോലെ വന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് ശാരി ഇറങ്ങിപ്പോയതൊക്കെ പറഞ്ഞതൊക്കെ ആലോചിച്ച് അവിടെ തന്നെ വിഷമിച്ച് രാജീവ് നിൽക്കുന്ന ആ ഒരു സീനാണ് പിന്നീട് കാണിക്കുന്നത്. തുടർന്ന് കാണിക്കുന്നത് ശാന്തയും രാജിയും കൂടി തൊഴിലുറപ്പിന് പോകാനായിട്ട് നിൽക്കുകയാണ്. വേറെ കുറേ സ്ത്രീകളുമുണ്ട്. അന്നേരം ഒരു റോഡിൽ നിന്ന് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് കടയിൽ പോയിട്ട് ശാരദാമ്മ ആ വഴി വരുന്നത്. തുടർന്ന് ശാന്തയെ രാജി എന്നും പറഞ്ഞ് ശാരദാമ്മ ഓടിച്ചെന്ന് രാജിയുടെ കയ്യിൽ പിടിക്കുന്നുണ്ട്. അന്നേരം എന്താ ശാരദാമ്മയെന്നൊക്കെ രാജി ചോദിക്കുന്നുണ്ട്. പക്ഷെ ആകെ ദേഷ്യത്തോടെ ശാന്ത നിൽക്കുകയാണ്. ആ സമയത്ത് തന്നെ അവർക്ക് പോകാനായിട്ട് ഒരു പിക്കപ്പ് വാൻ വരുന്നുണ്ട്. അന്നേരം അവരതിലേക്ക് പോകാനായിട്ട് തുടങ്ങുമ്പോൾ നിൽക്ക്, എനിക്ക് സംസാരിക്കണം, ഞാൻ ഹോട്ടൽ തുറന്നു വച്ചിരിക്കുകയാണ്, നിങ്ങളല്ലാതെ വേറെ ആരാ എനിക്ക് സഹായത്തിന് എന്ന് ശാരദാമ്മ പറയുമ്പോൾ ശാരദാമ്മ ഞങ്ങളുടെ ബാധ്യതയൊക്കെ തന്നു തീർത്തല്ലേ, ഇനി എന്തിനാ ഞങ്ങളുടെ സഹായം എന്ന് ശാന്ത ചോദിക്കുന്നുണ്ട്. അന്നേരം അപ്പോഴത്തെ ദേഷ്യത്തിന് ഞാൻ പറഞ്ഞു പോയതാണ്, നിങ്ങൾ വരണം എന്ന് ശാരദാമ്മ പറയുമ്പോൾ ഇനിയും അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും, അപ്പോഴും ഞങ്ങൾക്ക് ജീവിക്കണ്ടേ, ഇവർ പോകുന്ന കൂട്ടത്തിൽ പോയാലേ ഞങ്ങൾക്ക് പോകത്തുള്ളൂ, വാ രാജി എന്നും പറഞ്ഞ് ദേഷ്യത്തോടെ ശാന്ത രാജിയുടെ കൈയും പിടിച്ചങ്ങ് വണ്ടിയിലേക്ക് കയറിയിരിക്കുന്നുണ്ട്. അന്നേരം പിക്കപ്പ് വാനിലേക്ക് കയറിയിരുന്നിട്ടും ദേഷ്യത്തോടെയാണ് ശാന്ത ഇരിക്കുന്നത്. പക്ഷേ രാജിക്ക് ശാരദാമ്മയുടെ ദേഷ്യമില്ല, സ്നേഹത്തോടെ അങ്ങ് ശാരദാമ്മയെ നോക്കുകയാണ്. തുടർന്ന് ആകെ സങ്കടപ്പെടുകയാണ്. അവർ ആ തൊഴിലുറപ്പ് ജോലിക്ക് പോകുന്നത് കണ്ടിട്ട് റോഡിൽ നിന്ന് സങ്കടപ്പെട്ട് ശാരദാമ്മ അവിടെ നിൽക്കുന്നുണ്ട് കുറേ നേരം. തുടർന്ന് കുറച്ച് ദൂരം വണ്ടി അങ്ങോട്ട് മുന്നോട്ട് പോയ ശേഷം പെട്ടെന്ന് വണ്ടി നിർത്തുന്ന രാജി ഡ്രൈവറോട് പറയുന്നുണ്ട്. അന്നേരം എന്താ സംഭവം എന്നും പറഞ്ഞ് ഡ്രൈവർ ഇറങ്ങി പുറകിലേക്ക് വരുമ്പോൾ തുറക്ക്, ഞങ്ങൾക്ക് പോകണമെന്ന് പറയുകയാണ്. അന്നേരം എന്തിനാ വന്നതെന്ന് ചോദിക്കുമ്പോൾ അങ്ങോട്ട് തുറക്കുമെന്ന് രാജി ദേഷ്യത്തോടെ പറയുമ്പോൾ രാവിലെ ഓരോന്ന് മെനക്കെടുത്താനായിട്ട് വരുമെന്നും പറഞ്ഞ് തുറന്നു കൊടുക്കുകയാണ്. തുടർന്ന് അവരിഞ്ഞ് താഴോട്ടിറങ്ങുമ്പോൾ അതിലിരുന്ന ഒരു സ്ത്രീ പറയുന്നുണ്ട്, ഇവർ ശാരദാമ്മയുടെ കടയിലെ ജോലിക്കാരാണ്, ശാരദാമ്മയ്ക്ക് മക്കളെ പോലെയാണ് ഇവരെന്നൊക്കെ. തുടർന്ന് ശാന്തയുടെ കൈ പിടിച്ച് രാജി കുറച്ച് മുന്നോട്ട് വരുമ്പോൾ സങ്കടത്തോടെ നടന്നു വരുന്ന ശാരദാമ്മയെ കാണുന്നുണ്ട്. അന്നേരം രാജി ശാന്തയെന്നും പറഞ്ഞ് ഓടി വന്ന് ശാരദാമ്മയങ്ങ് രണ്ടുപേരെയും കെട്ടിപ്പിടിക്കുകയാണ്. എനിക്കറിയാമായിരുന്നു നിങ്ങൾ വരുമെന്ന്, അമ്മമാർ മക്കളെ വഴക്ക് പറഞ്ഞാൽ അങ്ങ് പിണങ്ങി പോവുകയാണോ ചെയ്യുന്നത്, രണ്ടിനും നല്ല തല്ലിൻ്റെ കുറവുണ്ടെന്നും പറഞ്ഞ് തമാശയ്ക്ക് രണ്ടുപേരുടെയും കവിളത്തൊക്കെ ഒന്ന് അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ശാരദാമ്മ. തുടർന്ന് വീണ്ടും രണ്ടുപേരെയും ഇങ്ങ് ചേർത്ത് പിടിച്ച് നിൽക്കുകയാണ് ശാരദാമ്മ.
തുടർന്ന് കാണിക്കുന്നത് സത്യഭാമയുടെ വീട്ടിലേക്ക് വരികയാണ് വസുമതി. അന്നേരം മുറ്റത്ത് നിൽക്കുന്ന രമണൻ പിള്ളയ്ക്ക് തൻ്റെ കയ്യിൽ നിന്നും ഒരു ലെറ്റർ കൊടുക്കുകയാണ്. എന്നിട്ട് എന്നാൽ ഇത് വെച്ചോ, കുടുംബമായിട്ട് തന്നെ വരണം എന്ന് പറയുന്നുണ്ട്. അന്നേരം അതിൽ ലെറ്ററിലേക്ക് നോക്കുമ്പോൾ അർജുൻ്റെയും റോഷ്നിയുടെയും ഫോട്ടോ കണ്ട് പിള്ള ആകെ ഒന്ന് പരിഭ്രമിക്കുന്നുണ്ട്. തുടർന്ന് വസുമതി അങ്ങ് അകത്തേക്ക് കയറുകയാണ്. അന്നേരം ആരാ നീയോ എന്ന് സത്യഭാമ ചോദിക്കുകയാണ്. അന്നേരം എന്താ എനിക്കിങ്ങോട്ട് വന്നുകൂടെ, എന്താ നിനക്കിവിടെ കാര്യം എന്ന് സത്യഭാമ ചോദിക്കുന്നുണ്ട്. അന്നേരം വീട്ടിലേക്ക് വരുന്ന അതിഥികളോട് ഇങ്ങനെയാണോ പെരുമാറുന്നത് ഭാമയെന്ന് വസുമതി ചോദിക്കുമ്പോൾ വസുമതി ഇങ്ങോട്ട് ഇരിക്കണം എന്ന് രാഘവൻ നായർ പറയുന്നുണ്ട്. അന്നേരം അതാണ് അന്തസ്സ്, തറവാടിത്തം എന്ന് പറഞ്ഞിട്ട് വസുമതി ഇരിക്കുകയാണ്. ഇരുന്ന ശേഷം പൊന്നിയോട് പറയുന്നുണ്ട്, പൊന്നി എനിക്കൊരു ചായ വേണമെന്ന്. അന്നേരം പൊന്നി ഭാമയെ നോക്കുകയാണ്. തുടർന്ന് രാഘവൻ നായർ പൊന്നിയോട് ചായ എടുക്കാൻ പറയുന്നുണ്ട്. തുടർന്ന് വീണ്ടും പൊന്നിയെ വിളിച്ച് വസുമതി പറയുകയാണ്, ഏലക്കായൊക്കെ ഇട്ട് നല്ല ഞെരിപ്പനായിട്ട് എടുത്തോന്ന്. അന്നേരം ഇതൊക്കെ കേട്ടങ്ങ് അങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കുകയാണ് സത്യഭാമ. കൂടെ അടുത്ത് സുസ്മിതയുമുണ്ട്. തുടർന്ന് ഈ സംസാരമൊക്കെ മുകളിൽ നിന്നും കേൾക്കുകയാണ് വിഷ്ണു ശാലിനിയും. തുടർന്ന് വസുമതി ഇങ്ങനെ മുകളിലേക്ക് നോക്കുമ്പോൾ വിഷ്ണു ശാലിനി അവിടെ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. തുടർന്ന് അവരും താഴേക്ക് ഇറങ്ങി വരികയാണ്. തുടർന്ന് ശാലിനി വന്ന് എന്താ ആൻറ്റി വിശേഷം എന്ന് ചോദിക്കുകയാണ്. അന്നേരം വിശേഷമൊക്കെ ഉണ്ട്, പ്രീതിയെ വിളിക്കുക എന്ന് പറയുകയാണ്. ഈ സമയത്ത് പ്രീതിയും താഴേക്ക് ഇറങ്ങി വരികയാണ്. ഇത്രയുമാണ് നാളത്തെ പുതിയ എപ്പിസോഡ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക്